നമ്മുടെ നാഥനും പിതാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇന്നും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയ വണക്കമാസത്തിൻ്റെ 8-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈശോയുടെ ദിവ്യഹൃദയം നമ്മിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ആകാശത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ സകല വസ്തുക്കളും നിശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കിയ സർവശക്തനായ കർത്താവും മാലാഖമാരുടെയും സ്വർഗവാസികളുടെയും ആരാധനകളെയും സ്തുതിസ്തോത്രങ്ങളെയും നിരന്തരം സ്വീകരിക്കുന്ന സ്രഷ്ടാവും പിതാവുമായ ഈശോയുടെ തിരുഹൃദയം നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നുവെന്ന് നമുക്ക് അല്പസമയം ധ്യാനിക്കാം. ഈ ദിവ്യഹൃദയം അത്യന്തം സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടി അവിടുത്തെ സ്നേഹം മുഴുവനായും നമുക്ക് നൽകുന്നു. മനുഷ്യനാവശ്യമുള്ള സകല നന്മകളും സർവഭാഗ്യങ്ങളും അനുഗ്രഹ ഭണ്ഡാരമായ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് സ്വീകരിക്കത്തക്ക വിധം നമുക്കായി തുറന്നിരിക്കുകയാണ് ഇന്നും. എൻ്റെ ശരണവും ആശ്വാസവും ഹൃദയ സമാധാനവുമായ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ദയയും സ്നേഹവും നിറഞ്ഞ എൻ്റെ രക്ഷിതാവേ, ഹൃദയനാഥ, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അത്രമാത്രം എനിക്ക് മതിയായിരുന്നു. അങ്ങേ മുഴുവനും എനിക്ക് തന്നിരിക്കുകയാൽ എൻ്റെ ഹൃദയം മുഴുവനും അങ്ങേക്ക് നൽകാതിരിക്കുന്നത് നന്ദിഹീനതയാണ്. വാത്സല്യനിധിയായ പിതാവേ, എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവേ, ഇന്നുവരെയും എൻ്റെ താൽപ്പര്യങ്ങൾ സൃഷ്ടികളിൽ ഞാൻ അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ്. ഇന്നു മുതൽ എൻ്റെ ദൈവമേ, അങ്ങ് മാത്രം എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവും പിതാവും ആത്മാവിൻ്റെ നാഥനും സ്നേഹിതനുമായിരിക്കണമേ. ഭൗതിക വസ്തുക്കളെല്ലാം എന്നിൽ നിന്ന് അകലട്ടെ. ദയ നിറഞ്ഞ ഈശോയെ, അങ്ങ് മാത്രം എനിക്ക് മതിയായിരുന്നു. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളേണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏകയിടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. നമ്മുടെ നാഥനും പിതാവുമായ ദൈവത്തിൻ്റെ ആഗ്രഹം നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. വണക്കമാസത്തിൻ്റെ 8-ാം ദിനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നമുക്ക് യുദ്ധക്കെടുതികളിൽ ദുരിതം പേറുന്ന അനേക ലക്ഷങ്ങൾ തന്നെയുണ്ട് എന്ന്. രാജ്യങ്ങൾ ശത്രുതയോടെ വലിച്ചെറിയപ്പെടുന്ന ജീവിതങ്ങൾ, ഒരറുതിയില്ലാതെ നീണ്ടുപോകുന്ന പല യുദ്ധങ്ങളും, ഉക്രൈൻ, പാലസ്തീൻ, അങ്ങനെ നീണ്ടു പോകുന്നു യുദ്ധത്തിൻ്റെ കണക്കുകൾ. നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ വത്തിക്കാനിൽ നിന്ന് നേരിട്ട് യുക്രൈനിന് സഹായങ്ങൾ നൽകിയിരിക്കുന്നു. നമുക്കും സഹായങ്ങൾ എത്തിക്കാം. നമ്മുടെ എളിയ പ്രാർത്ഥന തന്നെ അതിനൊരു ശക്തിയായി മാറും. ഹൃദയം തുറന്നുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ യുദ്ധങ്ങൾക്ക് അറുതി വരട്ടെ എന്ന് നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം കാത്തുകൊള്ളട്ടെ. ആമേൻ.